മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂട്ടത്തെ. മച്ചാമാരെ, അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ വന്ന ബസ് സിമുലേറ്റർ ഇന്ത്യയാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒരു കൊട്ടാരം പോലൊരു സ്ഥലത്തും പിന്നെ അല്ലാതെ തേയിലത്തോട്ടമൊക്കെ കാണാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടേ പോയി കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളൊരു ചുരം, നമ്മൾ ഈ വയനാട് ചുരം പോലെയൊക്കെയുള്ള ഒരു ചുരം നമ്മൾ ഇന്ന് കാണാൻ പോവുകയാണ്. അതൊരു സ്കൂൾ പിള്ളേരെയും കൊണ്ടാണ്. ഇതിന് മുമ്പ് നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിച്ചപ്പം അതിനകത്ത് താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 1-2 വർഷം മുമ്പ്. അപ്പം അതുപോലെ ഒരു ചുരം, ഒരു കുറേ ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ളൊരു ചുരമാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അത് സ്കൂൾ പിള്ളേരെയും കൊണ്ട് അവരെ ഏതൊരു സ്മാരകമോ അങ്ങനെ എന്തോ ഒരു സംഭവം കാണിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് ചുരത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം മച്ചാന്മാരെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെപ്പോഴും പറയണം. അപ്പം നമ്മളിപ്പോൾ 600 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദി. അപ്പം ഇനിയും വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ മാക്സിമം നമുക്ക് റോഡ് ടു 1K ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേ പറയാനുള്ളൂ നമുക്ക്. അപ്പം വെച്ചാൽ നമുക്കിനി അങ്ങോട്ട് കത്തിച്ചങ്ങ് വിടാം. ഓക്കെ. അപ്പം ഇന്ന് നല്ലൊരു മഴയാണ്. ഇന്ന് നല്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം കൊള്ളാം. ക്ലൈമറ്റ് കുഴപ്പമില്ല മച്ചാന്മാരെ, നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. അപ്പം നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇനി നമ്മൾ പുതിയൊരു വണ്ടി എടുക്കും, പുതിയൊരു ടൂറിസ്റ്റ് ബസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവനെ വിട്ടിട്ട് വല്ല ബസ് പുതിയത് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് പമ്പിൽ കയറി ഫുൾ ടാങ്ക് അങ്ങ് എണ്ണ അടിച്ചേക്കാം. 125 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ മൊത്തം ഫുൾ ടാങ്ക് എണ്ണ അങ്ങ് അടിച്ചേക്കാം. ഓക്കെ. നമ്മുടെ പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണ നമ്മൾ അടിക്കുകയാണ്. നമുക്കിനി ഫുൾ ടാങ്ക് എണ്ണ അടിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 200 ലിറ്റർ ഡീസലാണ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് അങ്ങ് വരെ സുഖമായിട്ട് പോകാനുള്ള അതൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാൻ മച്ചാന്മാരെ, കത്തിച്ചങ്ങോട്ട് വിടാം. മരക്ക്. ഓക്കെ സെറ്റ്. അപ്പം ഒന്നുകൂടെ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മച്ചാന്മാരെ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഗെയിമിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. അടിപൊളി ഗ്രാഫിക്സ്, നമ്മുടെ ഇന്ത്യയെപ്പോലെ തന്നെ. ഇന്ത്യയിലിപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഹൈവേ നമ്മളിപ്പോൾ കണ്ടില്ല, നാഷണൽ ഹൈവേ ഒക്കെ പണിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ മേളിൽ കൂടെ ഒക്കെ റോഡുകൾ കണ്ടോ, മേളിൽ കണ്ടോ, പാലം പോലെ റോഡുകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു ഇന്ത്യൻ ഫീൽ. ഇതിപ്പോൾ നമ്മൾ കേരളത്തിലാണ് ഇപ്പം നിൽക്കുന്നത്, കൊച്ചിയിലാണ്. ഇപ്പം കൊച്ചിയിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മൾ ലക്കിടിയിലേക്കാണ് പോകുന്നത്. ലക്കിടിയിലാണ് ഈ ചുരം ഉള്ളത്. ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചുരം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിലേക്കൊന്ന് വണ്ടിയൊന്ന് ഇട്ടിട്ട് വരാം. ഓക്കെ മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇതാണ് നമ്മുടെ സ്കൂൾ. അപ്പം അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഇവിടോട്ടാണ് നമ്മൾ വണ്ടി ഇടാൻ പോകുന്നത് മച്ചാന്മാരെ. ഇവിടാണ്, ഈ സ്കൂളിൻ്റെ മുമ്പിലാണ് നമ്മൾ വണ്ടി ഇടാൻ പോകുന്നത്. ഇപ്പം ഇച്ചിരി നമുക്ക് അകത്തോട്ട് കയറുമോ നോക്കാം. അകത്തോട്ട് കയറുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളോട് സാറ് പറഞ്ഞത് അകത്തോട്ട് കയറ്റാനായിരുന്നു. ഇതിനകത്തോട്ട് കയറുന്നില്ല, വലിയ ബ്ലോക്കുമായി മച്ചന്മാരെ, ഭയങ്കര വലിയ ബ്ലോക്കായിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും ഇനിയേ റിവേഴ്സ് എടുത്തിട്ടേ, ഇതിനി അകത്തോട്ട് കയറില്ല. അപ്പം നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് അങ്ങ് പോവാം, തിരിച്ച് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിർത്താം. മച്ചന്മാരെ, നമ്മളങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ലൊരു വരവോടെ നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വൈകിട്ടോളം ആയിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ രാത്രിയാണ് നമ്മൾ ചുരം കയറുന്നത്. അതുമാത്രമല്ല, ഈ സ്കൂളിനടുത്ത് വന്നപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ട് കണ്ടോ വെച്ചാൽ, ഒരു അടിപൊളി ഫുട്ബോൾ കോർട്ടുണ്ട്. പിന്നെ ഈ സ്കൂളിൻ്റെ ഈ ഗെയിമിൻ്റെ മെയിൻ പ്രത്യേകത, ഈ സ്കൂളിനകത്തൊക്കെ ഗണപതിയുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. നിങ്ങൾ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, സ്കൂളിലൊക്കെ കയറിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടും ഉണ്ട്. അതുമാത്രമല്ല, ഗണപതിയുടെയൊക്കെ ഫോട്ടോ ഉണ്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗണപതിയുടെയൊക്കെ നിങ്ങളുടെ സ്കൂളിൻ്റെ ചെവരി നോക്കിയാൽ മതി, ഗണപതിയുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. അപ്പം മച്ചാന്മാർ അങ്ങനെ പിള്ളേരെല്ലാവരും കയറിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് അങ്ങ് വരെ കുറേ കത്തിരിന് പോകാനുള്ളതാണ്. അപ്പം നമുക്കിനി പിള്ളേരെല്ലാം കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കത്തിച്ച് അങ്ങോട്ട് വിടാം. അപ്പം നമുക്കൊരു പുതിയൊരു കിളിയെ നമ്മൾ നോക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ കിട്ടുവാണെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിന് മുമ്പ് നമ്മൾ പോയ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരു തേയിലത്തോട്ടമൊക്കെ, അത് കണ്ട് ഈ സൈഡിൽ കാണുന്ന ഈ കെട്ടിടത്തിൽ നിന്നാണ്.
അവിടുത്തെ ഒരു ഓഫീസിൽ നിന്നായിരുന്നു നമ്മൾ നേരത്തെ ട്രിപ്പ് പോയത്. അപ്പോൾ ഇതിനി നമ്മളല്ലാതെയും ഇനി ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കാട്ടിലോട്ട് പോകുന്നൊരു ട്രിപ്പുണ്ട്, നമുക്കൊരു കാട്ടിലോട്ടൊക്കെ പോയിട്ടുള്ളൊരു ട്രിപ്പ് വരുന്നുണ്ട്. കണ്ടോ മുച്ചം വരെ സൈഡിലൊക്കെ പാലങ്ങളൊക്കെ നോക്കി അടിപൊളി പെർഫെക്ഷൻ കറക്റ്റ് സാധനം അല്ലേ. നമുക്ക് നല്ല മഴയും അത്യാവശ്യം കുഴപ്പമില്ല, മഴയത്ത് വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല. എനിക്ക് ഇതിനെക്കാട്ടി ഇച്ചിരി നല്ല സാധാ രീതിയാണ്. മഴയത്തെന്ന് പറയുമ്പോഴേ ഇച്ചിരി ഇരുട്ടും ഒക്കെ. ഇപ്പം തന്നെ രാത്രി ആവുന്നുണ്ട്, ഇപ്പം തന്നെ ഒരു 6 മണി കഴിഞ്ഞു, 6:15 അപ്പോൾ മച്ചാന്മാരെ അപ്പം നമ്മളിങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം മച്ചാന്മാരെ, കുറച്ചുകൂടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ മച്ചാന്മാരെ ഏകദേശം നമ്മൾ അവിടെ എത്താറായി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചുരം കയറാൻ പോവാണ്. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ നമുക്കിനി ചുരത്തിനടുത്ത് നിന്നിട്ട് കാണാം. അപ്പോൾ മച്ചാന്മാരെ നമ്മളിപ്പം ചുരത്തിൻ്റെ അടുത്ത് കയറി തുടങ്ങി. അപ്പോൾ ഇച്ചിരി സ്പീഡിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ചുരത്തിൻ്റെ അടുത്ത് ഏകദേശം അല്ല കയറി തുടങ്ങി. കണ്ടോ ഫസ്റ്റ് വളവാണ്. കണ്ടോ മച്ചാന്മാരെ, ഞാൻ സൈഡിലൊന്ന് ഇവിടെ നിർത്താം. വണ്ടി വന്ന് കുറേ ഇഷ്ടം പോലെ വണ്ടി ഇനി വരും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടോ നോക്കിയേ എന്തു അടിപൊളിയാണ്. രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി ക്ലിയറായിട്ട് കാണാം, പക്ഷേ രാത്രി വരുമ്പോൾ നല്ല മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതതിൻ്റെ പ്രത്യേകത. രാവിലെ ആകുമ്പോൾ നമുക്ക് സാധാ ചെടികളൊക്കെ ഇവിടുത്തെ കാണാം, പക്ഷേ രാത്രി വരുമ്പോൾ നല്ല മഞ്ഞും നല്ല അടിപൊളി വൈബാണ്. അപ്പം നമുക്കെന്തായാലും ഇനി ഒരുപാട് വളവുകളുണ്ട്. ഇപ്പോൾ ലക്കിടിയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വളവുകൾ ഇനിയും ഉണ്ട്, ഇഷ്ടം പോലെ വളവുകൾ നമുക്കുണ്ട്. ഓക്കെ, ഇഷ്ടം പോലെ വളവുകളാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നത്. കണ്ടോ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് പോവാം വണ്ടി ഓടിക്കാം. കണ്ടോ നോക്കി നിങ്ങൾ തന്നെ നോക്കി, സൈഡ് രണ്ടും മൊത്തം പ്രകൃതിരമണീയമാണ്, മൊത്തം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. എനിക്ക് ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമുകളാണ് ഇത്. ഏറ്റവും നല്ല ഒന്നായിട്ട് തന്നെയാണ് ഇത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബെസ്റ്റ് ഗെയിംസിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബസ് ഓടിക്കുന്ന ഗെയിമുകളില്ലേ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പ് 5 ഗെയിംസ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ കളിച്ചിട്ടുള്ളത് വെച്ച് ഞാൻ പറയാം. ഓക്കെ, അതിൽ ഒന്ന് ഇതായിരിക്കും, അത് ഉറപ്പാണ്. അപ്പം മച്ചാന്മാരെ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെച്ചാൽ ചുരം കുറച്ചുകൂടെ കയറി വന്നപ്പോൾ കണ്ടോ നല്ല മഴയത്താണ് നമ്മൾ ചുരം കയറി വരുന്നത്, അതാണ് പ്രത്യേകത. കണ്ടോ അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. ഇനി ഒരുപാട് വളവുകൾ ഉണ്ട്. മൊത്തമൊന്നും നമ്മൾ കാണിച്ചാൽ ഒരുപാട് ലെങ്ത്താവും. ഇപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 10-25 മിനിറ്റോളം കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അത്യാവശ്യം പയ്യെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സ്പീഡിലും അല്ല പോകുന്നത്, അത്യാവശ്യം ഒരു മീഡിയം ആയിട്ടാണ് പോകുന്നത്. ഇവിടെ സ്പീഡാക്കിയിട്ട് നമ്മൾ വീഡിയോ വെച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പം ഇനി 1, 2, 3 വളവ് കൂടെ കഴിഞ്ഞാൽ ഏകദേശം ചുരം തീരാറാവും. അപ്പം നമ്മൾ ഏകദേശം ചുരത്തിൻ്റെ അവസാന ചുരം ഇറങ്ങുകയാണ്. ലാസ്റ്റ് ചുരമാണിത്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ ലാസ്റ്റ് ചുരം. കണ്ടോ ഇതിൻ്റെ വളവ് നോക്കും വെച്ചാൽ നിങ്ങൾ നോക്ക്, ഒരു 360 ഡിഗ്രി വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പെർഫെക്ഷൻ. പിച്ച് പയ്യാണ് ഇറങ്ങി വരുന്നത്. ഓരോ വണ്ടിക്കാരൊക്കെ നമ്മൾ എന്തോ പറയുന്ന ആൾക്കറിയാം. അപ്പം കണ്ടോ നിങ്ങൾ നോക്കിയേ, കണ്ടോ ഒരു വട്ടം പോലെ ഇതിൻ്റെ മേളിലായിട്ട് റോഡുകളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം താഴോട്ടാണ് തോന്നുന്നു ഇറങ്ങി വരുന്നത്. അതൊന്നും നമ്മൾ ഇപ്പോൾ താഴോട്ടാണ്, ഇപ്പോൾ ബംഗളൂരു റൂട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗളൂരോട്ട് പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും കയറുമായിരിക്കും ചുരം അല്ലേ, ആണെന്ന് തോന്നുന്നു. അപ്പം ഇനി ഇവിടെയും കൂടെ ഒരു ചെറിയ വളമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തീർന്നു. ഇത് സത്യം പറഞ്ഞാൽ വലിയ വളവൊന്നുമല്ല. ഇത് കണ്ടോ, ഇത് സൈഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊരു സ്ഥലമാണ്. വല്ല വണ്ടി അപകടം വല്ല നടന്നതായിരിക്കും. ഗെയിമിൽ ഇങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചേക്കുവാണ്, അതാണ് പ്രത്യേകത. സത്യം പറഞ്ഞാൽ അടിപൊളി. കുറച്ചുകൂടെ മാപ്പിൽ സ്ഥലങ്ങൾ ആഡ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലത്തും ഓടിച്ചു പോയി. അഹമ്മദാബാദ് വരെ നമ്മൾ ഒറ്റ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, അത് ഞാൻ അല്ലാതെ കളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും പിള്ളേർക്ക് ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അങ്ങ് നിർത്താം. നടന്നു വെച്ചാൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വണ്ടി അങ്ങ് പാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി അവരൊക്കെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ മച്ചന്മാരെ എല്ലാവരും ഇറങ്ങാൻ പോയിട്ടുണ്ട്. സോ മച്ചന്മാരെ, അപ്പം നമ്മുടെ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ ഒന്നേ ഉള്ളൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം മച്ചന്മാരെ ഇനിയും ഇതുപോലൊക്കെയുള്ള അടിപൊളി കണ്ടൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓരോരോ സ്ഥലങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇനി വരും. അപ്പം ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം മച്ചാന്മാരെ ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.